വാർത്തയിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് വളരെ പെട്ടെന്ന് മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. അത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം DNA പരിശോധനകൾക്കൊക്കെ ശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചിരിക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകളാണ് അവിടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. തുടർന്ന് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. പിന്നീട് രഞ്ജിത പഠിച്ച സ്കൂളിൽ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനമുണ്ട്. വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനമുണ്ട്. അതിനുശേഷം വൈകിട്ട് 4 മണിയോടെയാണ് സംസ്കാരം നടക്കുക. നേരത്തെ സനിസ നമുക്ക് രഞ്ജിതയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയിരുന്നു. അത്യന്തം ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ച് രഞ്ജിത മടങ്ങുകയാണ്. രഞ്ജിതയുടെ DNA പരിശോധന അത് ഏറെ വൈകിയിരുന്നു. DNA സാമ്പിൾ എടുത്തിരുന്നെങ്കിലും മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്തതൊക്കെ വലിയ ആശങ്കയും സങ്കടവും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷമാണ് ഇപ്പോൾ അത് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. ഈ അപകടമുണ്ടായ ഉടൻ രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലേക്ക് പോയിരുന്നു. അദ്ദേഹം രതീഷാണ് ഈ DNA നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾക്കും മൃതദേഹം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും ഒക്കെയായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ചു നാളത്തെ കാത്തിരിപ്പായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം ഇതാ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനിസ, അവിടെ വിമാനത്താവളത്തിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ സ്കൂളിൽ പൊതുദർശനമുണ്ട്. ഇനി എന്തൊക്കെയാണ് നടപടി ഉണ്ടാകുക? മന്ത്രിയും വീട്ടിലേക്ക് മൃതദേഹത്തോടൊപ്പം അനുഗമിക്കുന്നുണ്ടോ? ജിൽസി, വളരെ വേദനാജനകമായ ഒരു കാര്യമാണിത്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങി. മൃതദേഹം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടുന്ന് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. തുടർന്ന് 10 മണിയോടെ പുല്ലാട്ട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി VN വാസവൻ അന്തിമോപചാരം അർപ്പിക്കും. പൊതുദർശനം നടക്കുന്ന സ്കൂളിന് പുറമെ ഗതാഗത തടസ്സമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പുല്ലാട് വടക്കേക്കവല മോഡൽ UP സ്കൂളിനും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രഞ്ജിതയോടുള്ള ആദരസൂചകമായി മൃതദേഹം പുല്ലാട്ടെത്തുമ്പോൾ വ്യാപാരികൾ 1 മണിക്കൂർ കടയടച്ചിടും. വൈകുന്നേരം 4 മണിയോടെ പുല്ലാട്ടുള്ള വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. കഴിഞ്ഞ ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാനായി രഞ്ജിതയുടെ അമ്മയുടെ DNA സാമ്പിൾ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. സഹോദരൻ അഹമ്മദാബാദിലേക്ക് പോയതുമൊക്കെ വാർത്തയായിരുന്നു. കേരളത്തിൽ സർക്കാർ ജോലിയിൽ മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് രഞ്ജിത വിമാന അപകടത്തിൽപ്പെട്ടത്. ഒരുപാട് സ്വപ്നങ്ങളുമായി തിരികെ ബ്രിട്ടനിൽ പോയി പേപ്പർ വർക്കുകൾ തീർത്ത് നാട്ടിലെത്തി മക്കളും അമ്മയോടുമൊത്ത് ജീവിക്കാൻ ഏറെ ആഗ്രഹിച്ച ഒരു യുവതിയുടെ സ്വപ്നങ്ങളാണ് ഇവിടെ ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നതെന്ന് പറയാം. 8 മാസമായി ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത. ജൂലൈയിൽ ഇവിടെ കേരളത്തിൽ ഗവൺമെന്റ് ജോലി കിട്ടിയിരുന്നു. അതിൽ കയറാനായിരുന്നു രഞ്ജിതയുടെ ഒരുക്കം. പക്ഷേ അതൊക്കെ ആ സ്വപ്നമൊക്കെ ഒന്നുമല്ലാതായി പോയിരിക്കുകയാണ്. ഇവിടെ ലണ്ടനിലെത്തി അവിടുത്തെ ജോലിയുടെ പേപ്പർ വർക്കുകൾ ചെയ്ത് തീർത്ത് തിരികെ മടങ്ങി അമ്മയും മക്കളുമൊത്തുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട രഞ്ജിതയുടെ യാത്ര ഇവിടെ ഇപ്പോൾ അവസാനിക്കുകയാണ് പത്തനംതിട്ടയിലേക്ക്. പത്തനംതിട്ടയിൽ നിന്ന് പൊതുദർശനം, അവിടെ നിന്ന് പുല്ലാട്ടുള്ള വീട്ടിൽ അവർക്ക് നാട് അന്ത്യോപചാരം അർപ്പിക്കും. വളരെയധികം സ്വപ്നങ്ങളോടെ ലണ്ടനിലേക്ക് പോയ ഒരു യുവതിയുടെ യാത്രയാണ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. പത്തനംതിട്ടയിൽ 10 മണിയോടെയാണ് പുല്ലാട്ട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം പൊതുദർശനത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി VN വാസവൻ അന്തിമോപചാരം അർപ്പിക്കും. പൊതുദർശനം നടക്കുന്ന സ്കൂളിന് പുറമെ പുല്ലാട്ട് വടക്കേക്കവല മോഡൽ സ്കൂളിനും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ. നാടൊന്നാകെ രഞ്ജിതയുടെ മൃതദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത്രയും വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു ഇത് വന്നത് മുതൽ. പിന്നീട് രഞ്ജിതയുടെ മൃതശരീരം തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തിരുന്നു. വലിയ കാത്തിരിപ്പായിരുന്നു രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്താനും യാത്രയുടെ അവസാനത്തിനുമായിട്ട്. ജിൽസി.